ഹായ് ഫ്രണ്ട്സ്, ഹൈ ടെക് വേൾഡ് മലയാളത്തിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ, സ്മാർട്ട്ഫോൺ ടെക്നോളജി, ലൈനക്സ് സിസ്റ്റം, വിൻഡോസ്, ആൻഡ്രോയിഡ് പ്രോബ്ലം ഫിക്സിംഗ്, സ്മാർട്ട്ഫോൺ റിപ്പയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് മാത്രമല്ല വിൻഡോസ്, ആൻഡ്രോയിഡ്, ലൈനക്സ് സോഫ്റ്റ്വെയർ റിവ്യൂ, സോഫ്റ്റ്വെയർ പ്രോബ്ലം ഫിക്സിംഗുമുണ്ട്. എല്ലാ നല്ലവരായ സുഹൃത്തുക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും ഹൈ ടെക് വേൾഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് ചാനലിലെ ആദ്യ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈടെക് വേൾഡ് മലയാളത്തിൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 10-ൽ സ്ക്രീൻ മിററിംഗ്, സ്ക്രീൻ കാസ്റ്റിംഗ് ഫീച്ചർ കാണാനില്ല, അത് എങ്ങനെ എനേബിൾ ചെയ്യുമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പല കൂട്ടുകാർക്കും ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് എനേബിൾ ചെയ്യണതെന്ന് അറിയില്ല. അപ്പോൾ പല ആപ്ലിക്കേഷനുകളുടെ സഹായത്താൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷേ ഈ ഒരു ഫീച്ചർ വർക്കാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് വിൻഡോസ് വഴി സിമ്പിളായി എനേബിൾ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് എൻ്റെ ഒരു പുതിയൊരു ചാനലാണ്. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ അതിന് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ്. ആദ്യം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഒന്നും ആ ഓപ്ഷൻ കാണാനില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ താഴെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഫ്രഷായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോബ്ലം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വിൻഡോസ് കറപ്റ്റഡായി റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ വൈറസ് കയറി വിൻഡോസ് സി ഡിസ്ക് ഫോർമാറ്റ് ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഈ ഫീച്ചർ മിസ്സാവുന്നത്. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ ഓപ്ഷൻ അവിടെയൊന്നും കാണാനില്ല. അപ്പോൾ ആ ഓപ്ഷൻ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നെറ്റ് കണക്ഷൻ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ വൈഫൈ ഹോട്ട്സ്പോട്ടാണ്. അപ്പോൾ നെറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ നെറ്റ് കണക്റ്റ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടത് സൈഡിലായിട്ട് താഴെ പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതാ കാണുന്ന ആ ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. സെറ്റിങ്സിൽ പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്നുള്ള ഓപ്ഷൻ, അപ്പോൾ സിസ്റ്റത്തിൽ പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്നുള്ള ഓപ്ഷൻ തുറന്നു. അതിൽ ഓപ്ഷണൽ ഫീച്ചർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിലുണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഈ സ്ക്രീൻ കാസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ. അപ്പോൾ അതിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ ആഡ് ഫീച്ചേഴ്സ് കൊടുക്കാം. ആഡ് ഫീച്ചറിൽ ആഡ് ഓപ്ഷണൽ ഫീച്ചർ എന്നുള്ളതിൽ നമ്മളിപ്പോൾ ആ സ്ക്രീൻ കാസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും താഴെയായിട്ടാണ് ഈ ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ വയർലെസ് ഡിസ്പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതാണ് ആ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. കുറച്ച് സമയം പിടിക്കും. അതാണ് പറഞ്ഞത്, നെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിന്. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റായിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളിലും ഈ സ്ക്രീൻ മിററിംഗ്, സ്ക്രീൻ കാസ്റ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വിൻഡോസ് കമ്പ്യൂട്ടറുകളിലും എല്ലാ കമ്പ്യൂട്ടറുകളിലും ലഭ്യമാണ്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ
നന്നായി വർക്ക് ചെയ്യുന്ന വൈഫൈ ഡ്രൈവർ ആയിരിക്കണം. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഡ്രൈവറും വളരെ പുതിയതായിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. ഡ്രൈവറിൽ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വർക്ക് ആവില്ല. അപ്പോൾ ഡ്രൈവറെല്ലാം അപ്ഡേറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഇത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തത്, അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ മിസ്സായത്. അപ്പോൾ ഞാൻ ഇത് ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അത് ഇൻസ്റ്റാൾ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് താഴെ നമുക്ക് ഫീച്ചേഴ്സിൽ നോക്കാം. ഇൻസ്റ്റാൾഡ് ഫീച്ചേഴ്സിൽ അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് 4.65 MB ആണ്. വയർലെസ് ഡിസ്പ്ലേ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആ ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, കണക്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ സ്ക്രീൻ കാസ്റ്റിങ്ങിന് ഡിവൈസ് റെഡിയാണ്. ആ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്നുള്ള ഓപ്ഷനിൽ ഫീച്ചർ ചിലപ്പോൾ കാണിക്കും. അഥവാ അങ്ങനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒന്നേന്ന് ഫിക്സ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു മാർഗവും കൂടെ. ചില കമ്പ്യൂട്ടറുകളിൽ ആ ഓപ്ഷനിൽ കാണിക്കില്ല ആ ഫീച്ചർ. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് സെലക്ട് ചെയ്യണം. ആപ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഓപ്ഷണൽ ഫീച്ചർ എന്ന് കാണിക്കുന്നു. ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓപ്ഷണൽ ഫീച്ചേഴ്സിൽ ആഡ് ഫീച്ചർ എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നേരത്തെ കണ്ട അതേ മെത്തേഡ് തന്നെയാണ്. സ്ക്രോൾ ചെയ്ത് വന്നതിന് ശേഷം വയർലെസ് ഡിസ്പ്ലേ എന്ന് കാണിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിപ്പോൾ ഇതിൽ കാണിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത് ഈ ഓപ്ഷൻ ഫിക്സ് ചെയ്യുന്നത്. അത് നേരത്തെ കാണിച്ച പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്നുള്ളതിൽ ഈ ഓപ്ഷൻ കാണിക്കണമെന്നില്ല. ഇതിപ്പോൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തത് കാണിച്ചു തരാം. വയർലെസ് ഡിസ്പ്ലേ അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെത്തേഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഓപ്ഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നാണ്. അതിനായി വൈഫൈ നമ്മൾ നേരത്തെ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൈഫൈ വഴിയാണ് ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവുന്നത്. അപ്പോൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫോണിൽ സെറ്റിങ്സിൽ പോയിട്ട് വയർലെസ് ഡിസ്പ്ലേ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പേര് ഡെസ്ക്ടോപ്പ് i4v1fsn എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ നമ്മുടെ ഫോണിൽ കാണിക്കും. അപ്പോൾ അതിൽ കണക്റ്റ് കൊടുത്താൽ മതി. അതപ്പോൾ കണക്റ്റ് ആയിക്കോളും. അതിപ്പോൾ കണക്റ്റ് ആവുന്നുണ്ട്. എൻ്റെ ഡിവൈസ് റെഡ്മി 6A ആണ്. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണ് കണക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഫോണ് അതേപോലെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സിനിമയെല്ലാം സ്ട്രീം ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ സിനിമ കാണാൻ പറ്റും. ഓഡിയോ എല്ലാം കണക്റ്റ് ആവും. അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡിൽ കൂടെ പരിചയപ്പെടാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് അതിൽ സെറ്റിങ്സ് എടുത്തതിന് ശേഷം സിസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊജക്റ്റിംഗ് ടു ദിസ് PC അതിൽ നമുക്ക് ഇപ്പോൾ അതിൽ പിൻ നമ്പർ സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഇതൊന്നും എനേബിൾ ആയിരുന്നില്ല. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പിൻ നമ്പർ സെറ്റിങ്സ്
പി സിയുടെ ആ പേര്, നേരത്തെ കാണിച്ച പേര് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫോൺ ലോക്കാണ്, സ്ക്രീൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Thanks for watching. Please subscribe this channel.